techhackwork കിടിലം വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു സീലിംഗിന് വയർ ഇടാൻ വേണ്ടി പോയത്. മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വയർ ഇടുന്ന ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. പല കാരണങ്ങളും നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അധിക സ്ഥലത്തും തിരക്കായിരിക്കും, കുടികളുടെ തിരക്ക്, അതുപോലെ തന്നെ കല്യാണത്തിൻ്റെ തിരക്കിലൊക്കെ ആയിരിക്കും നമ്മൾ പോയി ചെയ്യുക. അപ്പോൾ മിക്കവാറും സ്ഥലങ്ങളിൽ നമുക്ക് ഉദ്ദേശിച്ച പോലെ വീഡിയോ എടുക്കാൻ പറ്റാത്തത് കൊണ്ട് വീഡിയോ എടുത്തിട്ട് കുറച്ച് ഫൂട്ടേജൊക്കെ എടുത്തതിന് ശേഷം ഒഴിവാക്കിയൊക്കെ ചെയ്തിട്ടുണ്ട്. സീലിംഗിന് വയറിടുന്നത് 3 രീതിയിലാണ് നമ്മൾ മെയിനായിട്ട് ഇടുന്നത്. അതിൽ നമ്മൾ ഫ്ലെക്സിബിൾ പൈപ്പ് ഉപയോഗിച്ചിട്ട് ഇടുന്നുണ്ട്, അതുപോലെ തന്നെ 2 കോർ അല്ലെങ്കിൽ 3 കോർ കേബിൾ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ കോൺഡ്യൂട്ട് ഉപയോഗിച്ചിട്ട് സാധാരണ രീതിയിൽ നമ്മൾ വയറിംഗ് ചെയ്ത പോലെ തന്നെ ജംഗ്ഷൻ ബോക്സ് ഒക്കെ വെച്ച് അതാത് പോയിന്റിലേക്ക് ലൈറ്റ് ഇറക്കിയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 3 രീതിയിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള രീതി അതാണ്. എങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോസ്റ്റ് എഫക്റ്റീവ് ആക്കിയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുക, അത് ഏതൊക്കെ സീലിങ്ങിനാണ് നമുക്ക് പൈപ്പ് ഇട്ടിട്ട് ചെയ്യേണ്ടി വരും, ഏതൊക്കെ സീലിങ്ങിനാണ് വയർ മാത്രം ഇട്ടിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുക, 2 കോർ വയർ മാത്രം ഇട്ടിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുക, അങ്ങനെ തന്നെ അത് ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, അതിൻ്റെ പ്രശ്നങ്ങൾ കാര്യങ്ങൾ അങ്ങനെ എല്ലാം നമുക്കൊന്ന് ചർച്ച ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിൽ ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് കോറുകാരുടെ ഫ്ലെക്സിബിൾ ഓസ് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ പൈപ്പ് വെച്ചിട്ടുള്ള രീതിയാണ്. ഇപ്പോൾ ഈ ഫ്ലെക്സിബിൾ പൈപ്പ് വെച്ചിട്ട് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ചില സമയത്തൊക്കെ ക്വാളിറ്റി കുറഞ്ഞതായതുകൊണ്ട് അത് അകത്തുനിന്ന് പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതിൻ്റെ അകത്തെപ്പം നല്ല ഹീറ്റായിരിക്കും, അപ്പോൾ ആ ഒരു സമയത്ത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് കൂടുതലുണ്ട്. അപ്പോൾ അത് ഉപയോഗിക്കുന്ന സമയത്ത് അത്യാവശ്യം ക്വാളിറ്റി ഉള്ളത് തന്നെ ഉപയോഗിക്കാം. ഇതിന് ഏകദേശം 10 രൂപയോളം മീറ്ററിന് വരുന്നുണ്ട്. ഇതിൻ്റെ തന്നെ ക്വാളിറ്റി കുറഞ്ഞ് 4 രൂപ 80 പൈസ മുതൽ സാധനം അവൈലബിൾ ആണ്. ഇതൊരു 3/4 ഇഞ്ചാണ്. ഇത് ഇടുന്ന സമയത്ത് മിനിമം നമ്മൾ ഇതിൻ്റെ അകത്ത് സ്പേസ് കിട്ടുന്ന ഒരു പൈപ്പിന് ഇടുക. നമുക്കിപ്പോൾ അരയിഞ്ചിൻ്റെ പൈപ്പിലെ കൂടി തന്നെ 2 വയർ ഇട്ടിട്ട് എടുക്കാൻ വേണ്ടി പറ്റും. ഒരു ലൈറ്റിന് 2 വയറേ ആവശ്യമുള്ളൂ. പക്ഷേ എന്നാലും നമ്മൾ 3/4 ഇഞ്ച് പൈപ്പ് ഇടുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഈ എയർ സർക്കുലേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ശരിക്കും ഇതിൻ്റെ അകത്തുനിന്ന് പൈപ്പ് വയർ ചൂടാവാതെ നിൽക്കും. ഓൾറെഡി ഈ ഒരു സീലിങ്ങിൻ്റെ അകം ചൂടായിരിക്കും. അപ്പോൾ നമ്മൾ വണ്ണം കുറഞ്ഞ പൈപ്പ് കൂടി ഇടുകയാണെങ്കിൽ വയർ ഹീറ്റായിട്ട് റെസിസ്റ്റൻസ് കൂടുമ്പോൾ നമുക്ക് കറണ്ട് ബില്ലും കൂടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് വാങ്ങുന്ന സമയത്ത് അത്യാവശ്യം ക്വാളിറ്റി ഉള്ളത് തന്നെ വാങ്ങുക. സ്ട്രെച്ച് ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെ നോക്കിയിട്ട് വാങ്ങും. പിന്നെ നമ്മൾ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ 2 കോർ വയർ ഉപയോഗിച്ചിട്ടാണ്. ഇത് ഉപയോഗിച്ചിട്ട് ഡയറക്റ്റ് ഇട്ട് കൊടുത്തിട്ടും ചെയ്യലുണ്ട്. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ കോൺക്രീറ്റ് സീലിങ്ങിൻ്റെ അടിയിലായിട്ട് വരുന്ന ഒരു ഭാഗത്ത് മാത്രമേ ചെയ്യാൻ വേണ്ടി പറ്റൂ. ഇപ്പോൾ ഈ പൈപ്പ് ഇട്ടിട്ട് ചെയ്തുകൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ അഡീഷണൽ ആയിട്ട് പോയിന്റ് എടുക്കാൻ വേണ്ടി ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് ജംഗ്ഷൻ ബോക്സ് ഇട്ട് ചെയ്യുന്ന രീതി ആയതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ലൈറ്റുള്ള ഭാഗം അഴിച്ചു കഴിഞ്ഞാൽ അകത്തെ കൂടെ കൈയിട്ടിട്ട് നമുക്ക് പുള്ളർ സ്പ്രിങ് ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ അഡീഷണൽ ആയിട്ട് വയർ ഇടാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള വയറിനെ കെട്ടി വലിച്ചിട്ട് ഇടാൻ വേണ്ടി പറ്റും. ഈ ഫ്ലെക്സിബിൾ പൈപ്പ് അതുപോലെ തന്നെ നമ്മൾ ഈ 2 കോർ കേബിളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്കത് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. ഓടിട്ട വീടുകൾക്കും അതുപോലെ തന്നെ മറ്റുള്ള ജീവികളുടെ എലികളുടെയൊക്കെ ശല്യം ഉണ്ടാവാൻ ചാൻസ് ഉള്ള സ്ഥലത്താണ് ഇത് കൂടുതൽ ഇട്ട് വരുന്നത്. എലിക്ക് ഈ ഒരു പൈപ്പ് വലിയ ബുദ്ധിമുട്ടൊക്കെ ഉള്ള കാര്യമൊന്നുമല്ല, എന്നാലും നമ്മൾ എലിയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് ഇട്ട് വരുന്നത്. അപ്പോൾ ഇതാണ് പാർട്ടി സെലക്ട് ചെയ്ത ഡിസൈൻ. ഇപ്പോൾ ഇതിൽ വരുന്നത് 2 സ്ട്രിപ്പ് ലൈറ്റ്, അതുപോലെ തന്നെ കോർണറിലായിട്ട് 4 ലൈറ്റോ വരുന്നത്. അപ്പോൾ ഇതെങ്ങനെ സെറ്റ് ചെയ്യുന്നുള്ളതാണ് നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് ഈ ഒരു ഭാഗം ഒഴിവ് വരുന്ന ഒരു ഭാഗം കൂടിയുണ്ട്. ആ ഒരു ഭാഗത്ത് ഒരു ലൈറ്റ് കൂടി കൊടുക്കുന്നുണ്ട്, നമുക്ക് റീഡിങ്ങിനും മറ്റാവശ്യത്തിനും വരുന്നത്. അങ്ങനെ തന്നെ ഫാനിൻ്റെ റോഡ് ഇറക്കി ഫാനിന് വേണ്ടിയിട്ടുള്ള കണക്ഷൻ കൂടി ഇടാനുണ്ട്. മെയിനായിട്ട് ഇതിൽ വന്നിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്വിച്ച് ബോർഡ് കൊടുത്തിട്ടുള്ളത് ആ ഒരു ഭാഗത്താണെങ്കിൽ സീലിങ്ങിലേക്കുള്ള ഒരു പോയിന്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് ഇവിടെ നിന്ന് വരുത്തിയിട്ട് പോകുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്വിച്ച് ബോർഡിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറച്ച് ദൂരം വയർ ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട്. ആ ഒരു കാരണം കൊണ്ട് തന്നെ മുകളിലേക്ക് പോകുന്ന ആ ഒരു ലൈൻ പൊട്ടിച്ചിട്ട് അതിലേക്ക് കൂടിയാണ് വയർ ഇറക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും ദൂരം പൊട്ടിച്ചിറക്കുന്നതിന് പകരം ഈ ഒരു ഭാഗം മുകളിലേക്ക് പോകുന്ന ആ ഒരു ഫാനിലേക്ക് പോകുന്ന കണക്ഷൻ്റെ ഒരു ഭാഗം പൊളിച്ചതിന് ശേഷം അകത്തേക്ക് കൂടി എടുക്കാൻ വേണ്ടിയിട്ടാണ് പോകും. സീലിങ്ങിന് വേണ്ടിയിട്ട് പൈപ്പ് ഇടുന്ന സമയത്ത് മെയിൻ സ്വിച്ച് ബോർഡിൽ നിന്ന് ഡയറക്റ്റ് മുകളിലേക്ക് ഒരു പൈപ്പ് ഇടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള ഒരു രീതിയിൽ എത്ര വയർ വേണമെങ്കിൽ ഇറക്കാൻ വേണ്ടി പറ്റും. ഈ ഒരു രീതിയുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സ്വിച്ച് ബോർഡിൽ നിന്ന് വന്നതിന് ശേഷം ഇപ്പുറത്തെ പോയിന്റിലേക്കാണ് പൊങ്ങിയിട്ട് പോകുന്നത്. ഇവിടെ നിന്നാണ് ഒരു സീലിങ്ങിന് വേണ്ടിയിട്ടുള്ള പോയിന്റ് ഇട്ടിട്ടുള്ളത്. ആ ഒരു കാരണം കൊണ്ട് തന്നെ നമുക്ക് ഉദ്ദേശിച്ച പോലെ വയർ കൊണ്ടുവരാൻ വേണ്ടി പറ്റില്ല, ഒരുപാട് ദൂരം ട്രാവൽ ചെയ്യേണ്ടി വരുന്നുണ്ട്. ആ ഒറ്റ കാരണം കൊണ്ട് നമ്മൾ ഈ സീലിങ്ങിലേക്ക് പോകുന്ന ഈ ഒരു ഭാഗം പൊട്ടിച്ചതിന് ശേഷം അകത്ത് എടുക്കാൻ വേണ്ടി പോകും. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു സീലിംഗ് റോസ് അയച്ച് മാറ്റിയിട്ട് ഇതിൻ്റെ ഏത് ഭാഗത്തേക്കാണ് പൈപ്പ് പോകുന്നതെന്നുള്ളത് നോക്കണം. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പോലെയല്ല, ഇത് ഈ ഒരു ഭാഗത്തു നിന്നാണ് ലൈൻ വരുന്നത്. ഇപ്പുറത്തെ ഭാഗത്തേക്കാണ് പോകുന്നുണ്ടെങ്കിൽ ഞാൻ ആ ഒരു ജംഗ്ഷൻ ബോക്സിലേക്ക് പോകുന്ന പൈപ്പ് ഉണ്ടാവും, അത് പൊട്ടിച്ചിട്ട് ഇറക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഏതായാലും അത് നടക്കുമെന്ന് തോന്നില്ല. നമ്മളിനിപ്പോൾ ആ ഒരു സ്വിച്ച് ബോർഡിൻ്റെ നേർക്കോ അല്ലെങ്കിൽ ആ ഒരു ഈ ഹോൾഡർ വരുന്ന സ്ഥലത്തുമായിട്ട് താഴോട്ടേക്ക് ഒരു ലൈൻ ഇട്ടിട്ട് തന്നെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ അങ്ങനെ ചെയ്യാം. സീലിംഗ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡയറക്റ്റ് സ്വിച്ച് ബോർഡിൽ നിന്ന് ഒരു പൈപ്പ് 1 ഇഞ്ചിൻ്റെ പൈപ്പ് ഇട്ട് വെക്കുന്നതായിരിക്കും നല്ലത്. നമുക്ക് അത്യാവശ്യം എന്ത് വേണമെങ്കിലും അതിൽ അകത്തോട്ട് കടത്താൻ വേണ്ടി പറ്റും. ഏതെങ്കിലും ഇപ്പോൾ AC മറ്റോ വയർ ഇടാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം അകത്തു കൂടി ഒരു പൈപ്പ് ഇട്ടതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടോ ട്രാവൽ ചെയ്യിപ്പിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഏതായാലും ഞാനിതിപ്പോൾ ആ ഓൾഡറിൻ്റെ അടുത്ത് പൊട്ടിച്ചിട്ടാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഞാൻ ഉദ്ദേശിച്ച പോലെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ പൈപ്പ് പൊട്ടിച്ചിട്ടുള്ള എടുക്കുന്ന രീതി നടക്കില്ല. അപ്പോൾ ഇനിയിപ്പോൾ ആ ഓർഡർ അയച്ചിട്ട് അതിൻ്റെ അകത്ത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം.
അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 2 പൈപ്പാണ് ഉള്ളത്. ഒരു 20 mm ഒരു 25 ആണ് ഉള്ളത്. അപ്പോൾ 25 ഫുള്ളാണ്. അത്യാവശ്യം AC വയറും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. പിന്നെ മെയിനും കൺട്രോളുകളെല്ലാം പോയത് അതിലെ കൂടിയാണ്. പിന്നെ 20-ൻ്റെ അതിലുള്ളത് 1 2 3 4 5 5 2 7 വയർ അതിലെ കത്തുകൂട്ടിയും പോയിട്ടുണ്ട്. അത് നമുക്ക് അഡീഷണൽ ആയിട്ട് വയർ ഇവിടുന്ന് ഇടുന്നതിലും നല്ലത് സ്വിച്ച് ബോർഡിൽ നിന്ന് കട്ട് ചെയ്യുന്നത് തന്നെയായിരിക്കും തോന്നുന്നു. ഇതിൽ ഓൾറെഡി ഫുള്ളായി. നമ്മൾ ഇനിയിപ്പോൾ സീലിങ്ങിൻ്റെ കാര്യത്തിനും കൂടി വയർ ഇടുന്നതാണെങ്കിൽ അതുകൂടി കൂടുമ്പോൾ ഈ ഒരു പൈപ്പ് കംപ്ലീറ്റ് ആയിട്ട് ഫില്ലായിട്ട് മ്യൂച്വൽ ഇൻഡക്ഷൻ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഏറ്റവും നല്ലത് നമുക്ക് ആ ഒരു സ്വിച്ച് ബോർഡിൽ നിന്ന് തന്നെ താഴോട്ടേക്ക് ഒരു ലൈൻ ഇറക്കുന്നതാണ്. അപ്പോൾ സ്വിച്ച് ബോർഡും കൂടി ഒന്ന് അയച്ചു നോക്കട്ടെ. അപ്പോൾ ഇവിടെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതൊരു ജംഗ്ഷൻ ബോക്സ് ആക്കിയിട്ട് ഇവർ ചെയ്തിട്ടുള്ളത്. കംപ്ലീറ്റ് വയർ ഇതിലെ കൂടിയാണ് പാസ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞാൽ ഒരു 20 mm 25 ഇവിടെ ഇറങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് മുകളിലേക്കും പോകുന്നുണ്ട്. ഇവിടെ വന്നതിന് ശേഷമാണ് എല്ലാ വയറുകളും പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഈ ഒരു സ്പേസ് മാത്രമേ കിട്ടുന്നുള്ളൂ ഇതിൽ കട്ട് ചെയ്ത് ഇറക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കട്ട് ചെയ്തിട്ട് ഇറക്കേണ്ട ഒരു രീതി കൂടി ഇല്ലാണ്ടാവുകയാണ്. കാരണം ഇതിൻ്റെ മുകളിലോട്ട് പോകുന്ന പൈപ്പ് ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആ ഒരു സ്പേസ് കറക്റ്റ് സെൻറ്ററിൽ കൂടി മാത്രമേ ഒരു ചെറിയൊരു പോയിന്റിൽ കൂടി മാത്രമേ നമുക്ക് ഇറക്കാൻ വേണ്ടി പറ്റൂ. അപ്പോൾ വേറെ ഓപ്ഷനൊന്നും ഇല്ലാത്തത് കൊണ്ട് ഉള്ള വയറിലെ കൂടി ടൈറ്റായിട്ട് ഇപ്പോൾ വലിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. വേറെ വഴിയില്ല. കാരണം നമ്മൾ ഈ ഒരു സ്വിച്ച് ബോർഡിലേക്ക് ഇനിയിപ്പോൾ ഇത് കട്ട് ചെയ്ത് ഇറക്കുന്നതാണെങ്കിൽ സെൻറ്ററിൽ കൂടി 2 പൈപ്പ് കട്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിലെ കൂടി പോകുന്ന ലൈനെല്ലാം വരുന്നത് AC-യുടേതും അതുപോലെ തന്നെ മെയിനും എല്ലാം ഇതിലെ കൂടിയാണ് പോകുന്നത്. അപ്പോൾ 2 രീതിയിലാണ് നമ്മൾ സീലിങ്ങിന് പൈപ്പ് ഇറക്കുന്ന സമയത്ത് ഇറക്കേണ്ടത്. ഒന്നെങ്കിൽ ബെഡ് സ്വിച്ചിൽ നിന്ന് ഇതിൻ്റെ സീലിങ്ങിൻ്റെ മുകളിലേക്ക് പോകുന്ന വിധത്തിൽ ഒരു പൈപ്പ് ഇട്ടുക. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു മെയിൻ സ്വിച്ച് ബോർഡിൻ്റെ അടുത്ത് മുകളിലേക്ക് പോകുന്ന രീതിയിലും ചെയ്യാം. അപ്പോൾ ആദ്യം ഞാൻ ഇവിടെ നിന്ന് നേരെ പൈപ്പ് പൊട്ടിച്ചിട്ട് ഇടാനാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ പ്ലാസ്റ്റിംഗ് ഒക്കെ ചെയ്ത് വരുന്ന സമയത്ത് ഏകദേശം വയറ് ചെറിയൊരു ലാഭമേ വരുന്നുള്ളൂ. പിന്നെ നമുക്ക് ആ ഒരു ഓപ്ഷനൊന്നും ഇല്ല. ഇവിടെ ഗ്യാപ്പില്ല. കംപ്ലീറ്റ് പൈപ്പ് ഫില്ലായിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളഞ്ഞ് വരുന്ന സമയത്ത് പൈപ്പ് കട്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കണക്കിലെടുത്ത് നമ്മൾ ആ ഒരു നേരത്തെ ഇട്ട് വെച്ച AC-യുടെ പോയിന്റിൽ നിന്ന് മുകളിലേക്ക് ഇട്ട് ആ ഒരു ലൈനിൽ തന്നെയാണ് ഇടാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആ ഒരു ലൈനിൽ നോക്കുന്ന സമയത്തും കംപ്ലീറ്റ് ഫില്ലാണ്. പൈപ്പ് AC-യുടെ പോയിന്റ് അതുപോലെ തന്നെ വേറെ ന്യൂട്രൽ വയറുകളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നുണ്ട്. കുറച്ച് വയറുണ്ട്. അതിപ്പോൾ 20 mm പൈപ്പായിട്ടുള്ളത്. 20 mm പൈപ്പ് ആയതുകൊണ്ട് തന്നെ അതിപ്പോൾ മാക്സിമം വയറായി. അതിലിനിയിപ്പോൾ വയറിടാനുള്ള സ്പേസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. നമ്മളിപ്പോൾ വേറെ ഓപ്ഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇന്ന് താഴോട്ടേക്കുള്ള അളവ് കൂടി കണക്കെടുത്ത് താഴെ സ്വിച്ച് ബോർഡിൽ എത്തുന്ന നീളം കണക്ക് കൂട്ടിയിട്ട് ഞാൻ ഇവിടെ ഇട്ടിട്ട് ചുറ്റി വെക്കുകയാണ്. ബാക്കി ഇവർ ഇലക്ട്രീഷ്യൻ ചെയ്യുന്നതാണ് പറഞ്ഞത്. അപ്പോൾ ഏതായാലും ഞാനിപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ ഓപ്ഷനും എടുത്ത് കളഞ്ഞ് നമ്മൾ പൊട്ടിച്ചിട്ട് ചെയ്യേണ്ടതുകൊണ്ടോ സ്പേസ് ഇല്ലാത്തതുകൊണ്ടോ അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ വയറിടാൻ വേണ്ടി പോയത്. അപ്പോൾ നമ്മൾ വയറിടാൻ വേണ്ടി പോയത്. അപ്പോൾ നമ്മളിവിടെ 20 ഇഞ്ച് വീതിക്കാണ് ബോർഡർ അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ 20 ഇഞ്ച് വീതിക്ക് ഇടുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ ലൈറ്റിൻ്റെ പോയിന്റ് വെച്ച് കൊടുക്കുന്നത് ഈ ഒരു ഭാഗത്ത് 12 ഇഞ്ച് ഈ ഒരു ഭാഗത്തു നിന്നും 12 ഇഞ്ച് ഇപ്പുറത്തെ ഭാഗത്ത് നിന്ന് വരുന്ന ഇതിൽ കോണാക്കിയിട്ടും സെൻറ്ററിൽ വരുന്നത് 12 ഇഞ്ച് സൈഡിലേക്ക് വരുന്ന വിധത്തിലാക്കിയിട്ടും കോണിൽ വരുന്നതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 12x12 സൈഡിലേക്ക് വരുന്ന വിധത്തിലാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ബോർഡറിനുള്ള സ്ട്രിപ്പ് ലൈറ്റ് വരുന്നത് ഇവിടുന്ന് നേരെ നമുക്ക് ഇടാൻ വേണ്ടി പറ്റും. പിന്നെ അടുത്തതായിട്ട് ഒരു സ്ട്രിപ്പ് ലൈറ്റ് കൂടി ഈ ഒരു സെൻറ്ററിൽ വരുന്നുണ്ട്. നമ്മൾ ആ ഒരു കാണിച്ച ആ ഒരു സെൻട്രൽ ഡിസൈനിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അവിടെ ഒരു സ്ട്രിപ്പ് ലൈറ്റിന് വേണ്ടിയിട്ടുള്ള പോയിന്റ് ഇട്ട് വെക്കണം. ഇപ്പോൾ 2 സ്ട്രിപ്പ് ലൈറ്റിന് വേണ്ടിയിട്ടുള്ള പോയിന്റ്. അപ്പോൾ ഇനിയിപ്പോൾ ആദ്യം തന്നെ നമ്മൾ സ്ട്രിപ്പിൻ്റെ ഇടുന്നത്. സ്ട്രിപ്പിൻ്റെ ഇടുന്ന സമയത്ത് ന്യൂട്രലിൻ്റെ ലൈന് നമ്മൾ ഓൾറെഡി ഇവിടെ ഉള്ളതുകൊണ്ടും പൈപ്പ് ഫില്ലായതുകൊണ്ട് ന്യൂട്രൽ ഞാൻ ഇതുവരെ ഇറക്കുന്നുള്ളൂ. താഴോട്ടേക്ക് ഇറക്കുന്നില്ല. എല്ലാ ലൈനും സ്വിച്ച് ബോർഡിലേക്ക് ഇറക്കുന്നത് ഏറ്റവും ബെറ്റർ. ഇപ്പോൾ നമ്മൾ ന്യൂട്രൽ ഇവിടെ ഇറക്കി ഏകദേശം ഒരു 10 ഇഞ്ച് നീളത്തിൽ കെട്ടിട്ട് വെച്ചിട്ടുണ്ട് ഇളകി പോകുന്നതായിട്ട്. അതിനുശേഷം താഴേക്ക് ആവശ്യമായിട്ടുള്ള ഡയറക്റ്റ് പോകേണ്ട സ്വിച്ചിലേക്കുള്ള ലൈനിലേക്കുള്ള വയർ വിട്ട് വെച്ച് അത് കഴിഞ്ഞ് നമ്മൾ അടുത്തതായിട്ട് സ്ട്രിപ്പിൻ്റെ ഒരു ഭാഗം ഇവിടെ വരേണ്ട ബോർഡറിലേക്ക് വരേണ്ട ഭാഗം മടക്കാൻ വേണ്ടി പോയി. അത് മടക്കി കഴിഞ്ഞാൽ നമുക്ക് നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്കുള്ള സ്ട്രിപ്പിന് വേണ്ടിയിട്ടുള്ള ലൈറ്റ് പോയിന്റ് ആവും. അതിനുശേഷം നമ്മൾ ഈ ബോർഡിൻ്റെ അകത്തേക്ക് ഇങ്ങനെ കഴറ്റിയിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടുന്ന് തന്നെ ഈ പൈപ്പ് ഇട്ടതിന് ശേഷം അപ്പുറത്തേക്ക് എടുത്തിട്ടാണ് നമ്മൾ അപ്പുറത്തെ ഭാഗത്തേക്ക് സ്ട്രിപ്പിൻ്റെ കണക്ഷൻ എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യൽ. അതുപോലെ തന്നെ ലൈറ്റിൻ്റെ പോയിന്റ് എടുക്കുന്ന സമയത്ത് ഇവിടുന്ന് 12 ഇഞ്ച് മാറിയിട്ട് ഇതേപോലെ തന്നെ നമ്മൾ ന്യൂട്രൽ ഫേസ് ഇവിടെ എത്തിക്കും. പിന്നെ അതിന് ശേഷം അങ്ങോട്ടേക്ക് മറിച്ച് കൊടുക്കും. അതുപോലെ തന്നെ 4 മൂലക്കേക്ക് മറിച്ചിട്ടാണ് ചെയ്യൽ. അപ്പോൾ ഇത് ഇളകി പോകാണ്ടിരിക്കാൻ വേണ്ടി ഇങ്ങനെ ജോയിനിലൊന്ന് ഇൻസുലേഷൻ അടിച്ചു കൊടുക്കുന്നുണ്ട് മടക്കിയതിന് ശേഷം. അപ്പോൾ സിമ്പിളായിട്ട് കണക്ഷൻ എടുക്കാനും അതുപോലെ തന്നെ പാർട്ടിക്ക് ലാഭവും വരുന്നത് നമുക്ക് 2 കോർ കേബിൾ ഇട്ട് ചെയ്യുന്ന സമയത്താണ്. ഇതിനിപ്പോൾ ഏകദേശം 13 രൂപയോളം വയറിന് വന്ന്, അതുപോലെ തന്നെ 13 അല്ല 14 രൂപയോളം വയറിന് വന്ന്. അപ്പോൾ രണ്ടെണ്ണത്തിന് ഇപ്പോൾ 14 28. അപ്പോൾ ഇതിൻ്റെ കൂടി കൂടുമ്പോൾ 38 രൂപ നമുക്ക് ഈ ഒരു മീറ്റർ ഏകദേശം ചെയ്യാൻ വേണ്ടി ചാർജ് വരുന്നുണ്ട്. അതേസമയത്ത് നമ്മൾ 2 കോർ ചെയ്യുന്ന സമയത്ത് ഏകദേശം 24 രൂപയ്ക്ക് 1 സ്ക്വയർ എമ്മിൻ്റെ വയർ കിട്ടും. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളത്. പക്ഷെ അത് ഇട്ട് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ന്യൂട്രൽ ഫേസും ഒരേപോലെ താഴോട്ടേക്ക് ഇറക്കണമെങ്കിൽ അത്യാവശ്യം നല്ല വലിയ പൈപ്പ് തന്നെ നമ്മൾ അടിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും.
ന്യൂട്രൽ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇടക്കുന്ന ഇങ്ങനെ ജോയിൻ ചെയ്യാനൊന്നും പറ്റില്ല, കാരണം ഇതിൽ 2 വയറും ഒന്നിച്ച് അറ്റാച്ച് ചെയ്തിട്ട് ഉണ്ടാവും. അപ്പോൾ അപ്പുറത്തേക്കുള്ള സ്റ്റിപ്പിൻ്റെ അതും കൂടി കണക്ട് ചെയ്ത് കഴിഞ്ഞു. അതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻസുലേഷൻ അടിച്ചു കൊടുക്കും. അപ്പോൾ നമ്മളെ മെയിൻ ലൈറ്റിന് വേണ്ടിയിട്ടുള്ള വയർ കൂടി മുറിച്ചെടുത്തിട്ടുണ്ട്, അതും താഴോട്ടേക്ക് ഇങ്ങനെ ഇറക്കി കൊടുക്കുകയും. അപ്പോൾ ഇൻസുലേഷൻ ടൈപ്പ് അടിക്കുന്ന സമയത്ത് 2 ഭാഗത്തും അടിക്കാതെ ഒരു ഭാഗം ഒഴിവാക്കിയിടുന്നതാണ് നല്ലത്. എന്നാലേ ഞാൻ നേരത്തെ പറഞ്ഞ എയർ സർക്കുലേഷൻ നടക്കും. അതുപോലെ തന്നെ വയർ ന്യൂട്രലൊക്കെ ഈ ബോക്സിൽ നമുക്ക് എത്തേണ്ട സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ ഒരു കെട്ട് ഇട്ടിട്ട് നിർത്തുന്നതായിരിക്കും നല്ലത്. നമ്മൾ ലൈറ്റ് ഇടുന്ന സമയത്ത് അവിടെ നിന്ന് വലിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ തിരിച്ച് കയറ്റാൻ വേണ്ടി വളരെ ബുദ്ധിമുട്ടായിരിക്കും. അവർ ചെറിയൊരു കെട്ട് ഇട്ടിട്ട് തന്നെ നിർത്തും. ഇപ്പോൾ ലൈറ്റിൻ്റെ ആവശ്യത്തിനുള്ളതുമായി. ഇനിയിപ്പോൾ ഇത് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് വരെ മറിക്കണം. അപ്പോൾ ഇത് 3.5 മീറ്റർ നീളമുണ്ട് റൂമിന്. അപ്പോൾ ഏകദേശം അതേ സൈസ് തന്നെ പൈപ്പിനും വരും. അപ്പോൾ അത്രയും പൈപ്പിലേക്ക് നമുക്ക് വയറ് കുത്തി കയറ്റാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. ഒന്ന് ഇതുപോലെ ചെയ്തതിന് ശേഷം നമ്മളിങ്ങനെ അകത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഈസി ആയിട്ട് തന്നെ നമ്മൾ അപ്പുറത്തെ അരത്തേക്ക് എത്തിക്കും. അപ്പോൾ അങ്ങനെ 3 സെറ്റും ആക്കി വെച്ച്, ഒരു സൈഡ് ഇൻസുലേഷൻ ടൈപ്പ് അടിച്ചിട്ടില്ല, അതിൻ്റെ അപ്പുറത്തെ സൈഡ് ഇൻസുലേഷൻ ടൈപ്പ് അടിച്ചിട്ടും ആക്കി വെച്ച്. ഇനിയിപ്പോൾ നമ്മൾ ആ ഒരു ചാനലിൻ്റെ മുകളിലേക്ക് കയറ്റാൻ വേണ്ടി പോയത്. ഒരു ബോർഡ് അടിക്കുന്ന സമയത്ത് ഇത് രണ്ടും കൂടി ഒന്നിച്ചിറക്കി കൊടുക്കും. അതുപോലെ തന്നെ അപ്പുറത്തുനിന്ന് ഇങ്ങോട്ടേക്ക് ഇട്ടത് ഒന്നിച്ചിറക്കി കൊടുക്കും. അപ്പോൾ നമുക്ക് അഡീഷണൽ ആയിട്ട് ഇവിടെ ഒരു പോയിന്റ് വേണമെങ്കിൽ നമ്മൾ ആ ഒരു ലൈറ്റ് അയച്ചതിന് ശേഷം ഇങ്ങോട്ടേക്ക് എറിഞ്ഞിട്ട് വേണമെങ്കിൽ വെളിച്ചം കൂട്ടാൻ വേണ്ടി പറ്റും. അപ്പോൾ ജിപ്സത്തിലെ ലൈറ്റിൻ്റെ എണ്ണം കുറഞ്ഞു പോയതുകൊണ്ട് ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് പിന്നീട് വേണമെങ്കിലും ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓൾറെഡി വലിച്ച സ്വിച്ചിനെക്കാട്ടി സ്വിച്ചിൻ്റെ എണ്ണം കൂട്ടാൻ വേണ്ടി പറ്റില്ല. നമ്മൾ 4 ലൈറ്റിന് വേണ്ടി ഒരു സ്വിച്ച് കൊടുത്തില്ലെങ്കിൽ ആ ഒരു സ്വിച്ചിൽ തന്നെ വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി പറ്റും. കാരണം നമുക്ക് അകത്തേക്ക് ഇങ്ങനെ വലിച്ച് താഴോട്ടേക്ക് ഇറക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അല്ലാതെ നമുക്ക് ഈ ഉള്ള സ്വിച്ചിൻ്റെ കൂടെ ഒരു ലൈറ്റ് കൂടി ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ സെൻറ്ററിൽ കട്ടിങ് എടുത്തതിന് ശേഷം നമുക്ക് വയർ എറിഞ്ഞ് കൊടുത്തിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. വയർ ഇടുന്ന സമയത്ത് ലൈറ്റിൻ്റെ ആ ഒരു പോയിന്റ് അവിടെ വന്നു. അവിടുന്ന് ഇത് കണക്റ്റഡായി ഈ ഒരു ലൈറ്റിലേക്ക് പോയി. ഈ ഒരു ലൈറ്റിൽ നിന്ന് ഇതിലേക്ക് കൂടി വന്ന് ഈ ഒരു മൂലക്കേക്കുള്ള ലൈറ്റിലേക്ക് പോകും. അവിടുന്ന് ഇങ്ങനെ പോകും. ഇത് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ലൈനും അതുപോലെ തന്നെ ഈ ഒരു ലൈനും ഇവിടെ ഇറക്കിയിട്ട് ചെയ്യാം. അപ്പോൾ ഒരുപാട് വയർ ഒന്നിലേക്ക് ഇറങ്ങുന്നത് ഒഴിവാക്കി കിട്ടും. ഇതെല്ലാത്തിലും ഇപ്പോൾ 4 എണ്ണം വെച്ചിട്ടേ വരും, കൂടുതൽ വയർ വരില്ല. ഈ ഒരു എൻഡിൽ വരുന്നതിൽ സിംഗിൾ ലൈൻ മാത്രം ഇറങ്ങും. അപ്പോൾ ഫാൻ്റെ റോഡ് ഇറക്കാൻ വേണ്ടി പോയത്. ഫാൻ്റെ റോഡിന് നമ്മൾ ഉദ്ദേശിച്ച സൈസ് കിട്ടില്ല. എനിക്കിപ്പോൾ വേണ്ടത് ഇതിൽ 27 ഇഞ്ചിൻ്റെ സൈസാണ് വേണ്ടത്. അപ്പോൾ 30 ഇഞ്ചിൻ്റെതാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. 30 ഇഞ്ച് ആയതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഒരു ഹോൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടുന്ന് ഇത്ര കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു സൈസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് ഉദ്ദേശിച്ച ഹൈറ്റിൽ തന്നെ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ഫാൻ ഓവറായിട്ട് താന്നു പോകാനോ അല്ലെങ്കിൽ ഓവറായിട്ട് പൊങ്ങി പോകാനോ ചാൻസ് ഉണ്ട്. അപ്പോൾ ഹൈറ്റ് കണക്കാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഈ ഒരു സൈഡിൽ ഒരു ഹോൾ കൂടി കൊടുക്കലുണ്ട് വയർ ഇടാൻ വേണ്ടി, താഴോട്ടേക്ക് ഇറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ ഫിസർ വന്ന് കുടുങ്ങിയിട്ട് വയർ സ്ട്രിപ്പ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ വയർ ഇതിലെ കൂടി തന്നെ ഡയറക്റ്റ് ഇറക്കി കൊടുക്കുന്നത്. സാക്കിൾ ക്ലിപ്പിൻ്റെ ഗ്യാപ്പിൽ ബോൾട്ട് പോയതിന് ശേഷമുള്ള ആ 2 ഗ്യാപ്പിലെ കൂടി തന്നെ താഴോട്ടേക്ക് ഇറക്കി കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഫാൻ റോഡ് കൂടി ഒന്ന് സെറ്റാക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഇതിൽ നമുക്ക് ഫാൻ റോഡ് ചാനലിന് ടച്ച് ആവാണ് കിട്ടിയിട്ടുണ്ട്. ചില സ്ഥലത്ത് നമ്മൾ ഡിവൈഡ് ചെയ്ത് വരുമ്പോൾ ഒരേ അളവിൽ കിട്ടണമെന്നില്ല. ചിലപ്പോൾ ഹൂക്ക് ഈ ചാനലിൻ്റെ സെൻറ്ററിലൊക്കെ വന്നു പോകലുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സെൻറ്ററിൽ ഹോൾ എടുക്കും. ഹോൾ എടുത്തതിന് ശേഷം ഈ ഫാൻ റോഡ് ഒരു കാരണവശാലും ഈ ചാനലിന് ടച്ച് ആവാതെ തന്നെ സെറ്റ് ചെയ്യണം. കാരണം ഏതെങ്കിലും ഒരു കാരണവശാലും ഇതിൻ്റെ വൈൻഡിങ്ങിൻ്റെ പ്രശ്നം കൊണ്ട് എന്തെങ്കിലും പ്രശ്നം കൊണ്ട് ഇതിലെ കൂടി കറണ്ട് പാസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ചാനൽ കംപ്ലീറ്റ് കറണ്ട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ELCB ഒരു കാരണവശാലും നിൽക്കില്ല. നമ്മൾ സ്വിച്ച് ഇടുന്നതിന് ELCB പോകും. അപ്പോൾ അത് ടച്ച് ആവാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കാര്യം ചെയ്താൽ മതി. ഇവിടെ ഒരു ഗ്യാപ്പ് ഇട്ടതിന് ശേഷം അതിൽ കറക്റ്റായിട്ട് എന്തെങ്കിലും ഒരു വുഡോ അല്ലെങ്കിൽ മൾട്ടിവുഡിൻ്റെ പീസോ ബോർഡിൻ്റെ പീസോ അങ്ങനെ വെച്ചിട്ട് ഇത് ആട്ടം നിർത്തിയിട്ട് ചെയ്താൽ മതി. ഈ ഒരു രീതി ചെയ്ത് നമുക്ക് ലീക്കേജിൻ്റെ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ചാനലിലേക്ക് കൂടി കറണ്ട് ഇറങ്ങുന്ന പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ ഈ ഒരു സാക്കിൾ ക്ലിപ്പ് സെറ്റാക്കാൻ വേണ്ടി പോയിരുന്നു. ഫൈനലായിട്ട് ഇതൊന്ന് പൂർണ്ണമായിട്ട് ടൈറ്റ് ചെയ്യുക. ടൈറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ സ്പ്ലിറ്റ് വിൻഡ് മസ്റ്റായിട്ട് ഇടണം.
ഈ പിന്ന് മറന്നു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഷെയ്ക്കിൽ നെറ്റ് ലൂസായി പോയിട്ടുണ്ടെങ്കിൽ ഫാൻ അതിന് താഴെ വീണാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മസ്റ്റായിട്ട് തന്നെ സ്പ്ലിറ്റ് വേണ്ടി എടുത്തു പോകും. അപ്പോൾ ആട്ടം നിർത്താൻ വേണ്ടി നമ്മൾ മുന്നേ വുഡ് അടിച്ചിട്ടുള്ളത്, ഇതിൽ വുഡ് അടിക്കാനുള്ള ഗ്യാപ്പില്ല. അപ്പോൾ നമ്മൾ ഇതിൽ ആട്ടം നിർത്താൻ വേണ്ടി 2 പീസ് മൾട്ടിവുഡിൻ്റെ ഇതിങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. അതിങ്ങനെ ചാനലിലേക്ക് വെച്ച് ടൈറ്റായി കൊടുക്കുക. സ്പിറ്റിലല്ലേ. അപ്പോൾ മൾട്ടിവുഡിൻ്റെ ഒരു പീസ് ആദ്യം ഇങ്ങനെ അടിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒന്ന് സ്പിറ്റ് ലെവൽ വെച്ചിട്ട് ലെവൽ നോക്കും. അധിക സ്ഥലത്ത് ഇത് ചരിവ് വരലുണ്ട്. അത് വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്തിട്ട് ലെവലാക്കുക. അപ്പോൾ ഓക്കെയാണ്. അങ്ങനെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ആ ഒരു ചെറിയ പീസും കൂടി വെച്ചിട്ട് ടൈറ്റാക്കി പോകും. ഇപ്പോൾ ലെവലാക്കിയതിന് ശേഷം 2 മൾട്ടിവുഡ് ഒന്ന് ടൈറ്റാക്കി കൊടുക്കും. അതൊന്ന് ഇപ്പോൾ ഇത് വെക്കുന്ന സമയത്ത് വുഡോ പ്ലാസ്റ്റിക്കോ അതല്ലെങ്കിൽ ജിപ്സം ബോർഡിൻ്റെ പീസോ തന്നെ വെക്കണം. നമുക്ക് ഈ ചാനൽ കൊണ്ടുപോയിട്ട് ഒരിക്കലും ഇത് ടൈറ്റ് ചെയ്യാൻ വേണ്ടി പാടില്ല. ചാനൽ കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ടച്ച് ആയതുകൊണ്ടുള്ള ഒരു പ്രശ്നം വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ തീരെ ഷൈക്കില്ലാത്ത ലെവലിൽ നിർത്തിയതിന് ശേഷം എല്ലാ സ്ക്രൂ ഒന്ന് ടൈറ്റാക്കിയിട്ട് ഉറപ്പിക്കും. ഇപ്പോൾ നല്ല ഷൈക്കില്ലാണ്ട് കിട്ടും, സ്ട്രൈറ്റ് ആയിട്ട് നിന്നിട്ടും ചെയ്യും. ഫ്ലെയിം ബോർഡ് അടിക്കുന്ന സമയത്ത് ആ സ്ട്രിപ്പ് ലൈറ്റിൻ്റെ വയർ താഴോട്ടേക്ക് ഇറക്കാൻ മറന്നു തന്നെ. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഹോൾ എടുത്തിട്ട് താഴോട്ടേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. നേരത്തെ എടുത്ത ആ ഒരു വയർ ഇതിൻ്റെ അകത്തേക്ക് എടുത്തിട്ടുണ്ട്. അകത്തേക്ക് എടുക്കുന്ന സമയത്ത് പൈപ്പ് ഇട്ടിട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പൈപ്പ് അടക്കം താഴെ വരുന്ന വിധത്തിൽ തന്നെ ചെയ്യണം. ഇനിയിപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് ഒരു സ്ട്രിപ്പിൻ്റെ ലൈറ്റ് കൊണ്ടുവരാനുണ്ട്, ഇവിടത്തേക്ക് സ്ട്രിപ്പിൻ്റെ ലൈറ്റ് കൊണ്ടുപോകണം. അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് കൊണ്ടുപോകണം, ഇതിൻ്റെ അകത്തേക്കും കൊണ്ടുപോകണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ചുറ്റും കൺട്രോൾ കിട്ടും. അപ്പോൾ ഇനിയിപ്പോൾ ആ ഒരു വയർ കൂടി ഇടാണ്ട്, വയർ ഇടുന്ന സമയത്ത് ഫ്ലെക്സിബിൾ പൈപ്പ് വെച്ചിട്ട് തന്നെ ഇടുക. വയർ ഡയറക്റ്റ് എവിടെയും ടച്ച് ആവാതെ പൈപ്പ് വരുന്ന വിധത്തിൽ തന്നെ ഇടുക. അപ്പോൾ വയറിങ്ങിൽ ഇത്രയും കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇവിടെ 4 കൺട്രോളിനുള്ളത് കൊണ്ടുവന്നു. നമ്മൾ അവിടേക്ക് സ്ട്രിപ്പിൻ്റെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ 4 മൂലക്കേക്കുള്ള ലൈറ്റിൻ്റെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത്രയാണ് വയറിങ്ങിൽ കാണിക്കാനുള്ളത് കാര്യമായിട്ട്. അപ്പോൾ ബാക്കി നമുക്ക് ഔട്ട്ഡോറിൽ കാണാം. അപ്പോൾ ഫാനിൻ്റെ റോഡ് ഇറക്കി വയർ വിട്ടിട്ടുണ്ട്. നമ്മൾ ആ ഒരു നേരത്തെ ഇറക്കി വെച്ച സ്ട്രിപ്പിൻ്റെ വയർ മെയിൻ ഇവിടേക്ക് വന്നു. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പൈപ്പ് ഇട്ട് കൊടുത്തു. അവിടെ നിന്ന് തന്നെ ഒരു കണക്റ്റഡ് ആയിട്ട് ഡബിളാക്കിയിട്ട് എടുത്തിട്ട് ഇവിടെ എത്തിച്ചു. ഇവിടുന്ന് ഈ ഒരു ഭാഗത്തേക്ക് എത്തിച്ചു. അപ്പോൾ 4 ഭാഗത്തേക്കുള്ള സ്ട്രിപ്പിൻ്റെ കൺട്രോളുമായി. അപ്പോൾ ഇത്രയാണ് വയറിങ്ങിൽ കാര്യമായിട്ട് ചെയ്യാനുള്ളത്. ചെയ്യുന്ന സമയത്ത് എല്ലാ ഭാഗവും പൈപ്പ് ഇട്ടിട്ട് തന്നെ ചെയ്യും. ഇതുപോലെ ഫ്ലെക്സിബിൾ പൈപ്പ് ഇട്ടിട്ട് തന്നെ ചെയ്യും. അപ്പോൾ നമുക്ക് സേഫായിട്ട് തന്നെ ഉണ്ടാവും. LCB ട്രിപ്പാകുന്ന പ്രശ്നമോ കാര്യങ്ങളൊന്നും വരാൻ ചാൻസ് ഇല്ല. അല്ലാതെ വരാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ വയറിടുന്ന സമയത്ത് സ്ട്രിപ്പായി പോയോ അല്ലാതെ ഇതിൻ്റെ സ്ലീവ് ചെത്തിപ്പോയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന് ടച്ച് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ LCB ട്രിപ്പാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് കൈകാര്യം ചെയ്യാം. ഇത്രയും കാര്യമായിട്ട് പറയാനുള്ളത്. അപ്പോൾ വയറിങ്ങിൻ്റെ വീഡിയോ അവസാനിപ്പിക്കുന്നത് പുതിയ വിഷയമായി വേണ്ടി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഔട്ട്.